കൊടി പാറുന്നു, കേരള ഹൃദയ തുടി കൊട്ടുന്നു, മംഗളഘോഷം ഉയരുന്നു. തങ്കത്താമര വിരിയുന്നു. പറയേണ്ട ആവശ്യമില്ല. പിന്നെ അധ്യക്ഷ സ്ഥാനത്ത് ബാലശക്തനാണ്, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റാണ്. പിന്നെ മണ്ഡലത്തിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സച്ചിദാനന്ദ എത്തിയിട്ടുണ്ട്. പിന്നെ തങ്കപ്പള്ളി എത്തിയിട്ടുണ്ട്. കരിപ്പുഴ പഞ്ചായത്തിലെ കുക്കുകളിൻ്റെ പിന്നെ കരിപ്പുഴ പഞ്ചായത്തിലെ കൃഷ്ണൻ സംസാരിക്കാൻ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ രാവിലെ വിവിധ പഞ്ചായത്തുകളൊക്കെ പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയൊക്കെ നേതൃത്വത്തിൽ കർഷകന്മാരെ ആദരിക്കലും ചില സ്ഥലത്ത് ഗംഭീര സദ്യയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല സദ്യയൊക്കെ ഇത്തരത്തിൽ കർഷകന്മാർക്ക് ഗുണകരമായുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളുടെയും കർഷക സംഘടനകളുണ്ട്. ഒരുപക്ഷെ അവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. കർഷക മോർച്ചയുടെ ഈ പരിപാടി ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്നത് തന്നെ. കാരണം നമ്മൾ ആരെയാണോ നാട്ടിൽ ആദരിക്കേണ്ടത് ആ ആദരിക്കേണ്ട ആളുകൾ കർഷകന്മാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമുക്ക് അന്നം തരുന്നത് കർഷകന്മാരാണ്. പക്ഷെ പലപ്പോഴും ആ കർഷകന്മാരുടെ സ്ഥിതി എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത്. കാരണം ഒരു സമയത്ത് ഞാൻ കൃഷിക്കാരനാണ് എന്ന് പറയാൻ പല ആളുകൾക്കും ബുദ്ധിമുട്ടായി. ഞാൻ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് എൻ്റെ അച്ഛൻ കർഷക തൊഴിലാളിയും ചെറിയൊരു കർഷകരുമായിരുന്നു. ചെറിയൊരു കർഷകർ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്തിരുന്നു. 2 കൂവൽ കൃഷി വെള്ളം തിരിച്ചു കൊണ്ടുപോയി എടുക്കുന്ന പള്ളിയിൽ ഒരു 2 കൂവൽ കൃഷി ചെയ്തിരുന്നു. അതോടൊപ്പം കൂലിപ്പണിക്കും പോയിട്ട്. അപ്പോൾ ഒരു കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ബുദ്ധിമുട്ടുകൾ എനിക്ക് അറിയാൻ കഴിയും. ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അന്ന് കർഷകന്മാർ ഞാൻ കർഷകരാണെന്ന് പറഞ്ഞാൽ അഭിമാനക്കുറവൊന്നും കർഷക തൊഴിലാളിക്കൊന്നും അതില്ല. അങ്ങനെ അഭിമാനക്കുറവൊന്നും. പാടത്ത് കന്നുകൂട്ടാൻ പോകുന്ന ഒരാൾ എന്താ പണിയെന്ന് ചോദിച്ചാൽ കന്നുകൂട്ടാണെന്ന് തന്നെ പറയും. അന്ന് ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനും ബുദ്ധിമുട്ടില്ല. വീടുകളിൽ പോയിട്ട് എന്താ പണി വെച്ചാൽ ഞാൻ കൃഷിക്കാരനാണ് അല്ലെങ്കിൽ കൃഷിപ്പണിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ പെണ്ണ് നിഷേധിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പല സൗകര്യങ്ങളും നമുക്ക് വർദ്ധിക്കുമ്പോഴും കർഷകന്മാരുടെ കാര്യങ്ങൾ പലപ്പോഴും പരിഗണിക്കാതെയോ വേണ്ടത്ര ശ്രദ്ധിക്കാതെയോ ശരിക്കും ഏറ്റവും പിന്നോട്ട്. പിന്നെ കർഷകൻ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളായി മാറും. എനിക്ക് തോന്നുന്നു അത് പലപ്പോഴും നമ്മൾ പറയുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് മാറുന്നു. കാഴ്ചപ്പാടുകളുടെ ചില കുറവുകളാണ് അങ്ങനെ കർഷകനെ എത്തിച്ചത്. കർഷകന്റെ മാത്രം കാഴ്ചപ്പാടിന്റെ കുറവല്ല. ആ കർഷകനെ നയിക്കേണ്ടത് ആരാണോ ഏത് നാട്ടിലും അതാത് നാട്ടിലെ ഭരണകൂടങ്ങളാണ് കർഷകനെ നയിക്കേണ്ടത്. ആ കർഷകൻ നയിക്കുന്ന ഭരണകൂടത്തെ കാഴ്ചപ്പാടില്ലാതെ വരുമ്പോൾ ഇത് ഇന്നത്തെ കർഷകൻ മാത്രമല്ല എല്ലാവരും ആ ദുരിതം അനുഭവിക്കരുത്. ഞാൻ ഓർക്കുന്നു നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പരിപാടിയിൽ വന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേൾക്കാം. എൻ്റെ മനസ്സിലിപ്പോഴും തങ്ങി. ആ പ്രസംഗം ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരാളൊരു പുതിയ കാർ വാങ്ങില്ല, ഏറ്റവും പുതുതായിട്ട് ആ കാറിന്റെ പേരെന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് കാറുകളെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് പേരും എനിക്ക് ഓർമ്മ വന്നില്ല. ഏറ്റവും പുതിയ കാർ ഇറങ്ങിയാൽ ആ കാർ അവിടുത്തെ ഒരു കർഷകന്റെ വീട്ടിന്റെ പടിക്കലുണ്ടാവുന്നതാണ്. ഏറ്റവും പുതിയ കാറ് ഇറങ്ങിയാൽ വിപണനത്തിൽ ഇറങ്ങിയാൽ ഗുജറാത്തിലെ കർഷകന്റെ വീട്ടുപടിക്കൽ ആ പുതിയ കാർ ഉണ്ടായിരിക്കും. അദ്ദേഹം വാഹനം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്, വാഹനം ഉണ്ടായിരിക്കും. അതേസമയത്ത് അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെയും മറ്റു പല സംസ്ഥാനങ്ങളിലെയും കർഷകന്മാരുടെ വീട്ടിന്റെ മുന്നിൽ ഒരു വാഹനം വന്നു വന്നാൽ നിങ്ങൾ ഭയപ്പെടണം. കാരണം പലപ്പോഴും ആംബുലൻസ് ആയിരിക്കും. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അവനെ കൊണ്ടുപോകാനോ ആത്മഹത്യ ചെയ്തതിൻ്റെ ഒക്കെ പേരിലായിരിക്കും എന്നദ്ദേഹം. നമുക്ക് അത് പകുതി സത്യം മാത്രമായിരുന്നില്ല, മുഴുവൻ സത്യമായിരുന്നു. കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു. എവിടെയാണ് വിൽക്കേണ്ടതെന്ന് അറിയാവുന്ന പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു.
മറ്റൊരു പക്ഷേ വലിയ വലിയ തരത്തിൽ കൃഷികൾ ചെയ്യുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് മുഴുവൻ വാങ്ങാൻ വേണ്ടി ഒരു ഏജൻസിയുടെ കീഴിൽ അതിന് പല പേരുകളും കൊടുത്ത് ഏജൻസിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് അവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അവരാണ് വില നിർണ്ണയിക്കുക, പുറമെ കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥിതിവിശേഷം. അപ്പൊ ആ കർഷകന്റെ ദുരിതം കണ്ടതുകൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയത്ത് കർഷകന്മാർക്ക് വേണ്ടി ഒരു നിയമം. പക്ഷെ നമുക്കറിയാതെ ഏതെല്ലാം രീതിയിൽ സമരം ചെയ്തിട്ടാണ് ആ നിയമം പിൻവലിപ്പിച്ചത്. കർഷകന് പുറമെ കൊടുക്കാൻ ഇഷ്ടത്തിന് അനുസരിച്ച് വിൽക്കാൻ കഴിയുമായിരുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ മാറ്റി. പക്ഷെ ആ സമയത്തും വളരെ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു കാര്യമുണ്ട്. ഞാനിവിടെ അറിയില്ല, സുബ്രഹ്മണ്യനും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്നുള്ളതിനൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷമുള്ളത്, ഞാൻ കൃഷിക്കാരെ കാർഷിക മേഖലയെ ഒരു വ്യവസായ മേഖലയാക്കി മാറ്റാൻ വേണ്ടി പ്രധാനമന്ത്രി ആവിഷ്കരിച്ച, നരേന്ദ്രമോദി ആവിഷ്കരിച്ച ഒരു പദ്ധതിയുടെ ചെയർമാൻ, അതായത് FPO എന്ന്. FPO നാട്ടിൽ ധാരാളം ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, ഗവൺമെന്റ് കൺട്രോളുള്ളതുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ കൺട്രോളുള്ള ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ഒറ്റപ്പാലം FPOന്റെ ചെയർമാൻ. ഞാൻ ആ FPOനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവർക്കും അറിയുന്നവരാണ്. അഥവാ എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ലതാണ്. അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിലെ ഒട്ടാകെ 10,000 FPOകൾ തുടങ്ങണമെന്നാണ് അന്ന് നിർദ്ദേശിച്ചത്. അതിന് 3 വർഷം ആ FPO നടത്തുന്നതിന്റെ പരിപൂർണമായ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യും. തിരിച്ചു കൊടുക്കില്ലാതെ പലപ്പോഴും നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഗവൺമെന്റ് പൈസ വരും, പക്ഷെ തിരിച്ചടയ്ക്കും. ഇത് തിരിച്ചടയ്ക്കേണ്ട. എന്താണ് അതിന്റെ ഉദ്ദേശം? ഞാൻ നേരത്തെ പറഞ്ഞ കർഷകന്റെ ഉൽപ്പന്നത്തിന് വില കിട്ടണം. അപ്പോ ഓരോരോ നാട്ടിലും FPO തുടങ്ങുമ്പോ അവിടെ ഏത് കൃഷിയാണോ, ഏത് കൃഷിക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് അത്തരം കർഷകനെ അതിൽ ചേർക്കുകയും അവന്റെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും ആ ഉൽപ്പന്നങ്ങൾ വിപണനത്തിലിറക്കി ഒരു വ്യവസായം എന്നുള്ള നിലയിൽ ധാരാളം ആളുകൾക്ക് ജോലി, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ള കാഴ്ചപ്പാടിലൂടെ അധികം നമ്മുടെ നാട്ടിലുണ്ട്, നിങ്ങളുടെ നാട്ടിലുണ്ട്, ശ്രേഷ്ഠത്തുണ്ട്. അത് എത്ര പേര് ഈ ഇരിക്കുന്നതിൽ എത്ര പേര് അതിൽ അംഗങ്ങളാണെന്ന് എനിക്കറിയില്ല. പലപ്പോഴും BJPയെ എതിർക്കുന്ന, നരേന്ദ്രമോദിയെ എതിർക്കുന്ന ആളുകളാണ് ഇപ്പൊ നടത്തുന്നത്. അവർ പക്ഷെ അത് കേന്ദ്ര ഗവൺമെന്റിനെ പറയില്ല. ഞാൻ കളക്ടറെ വിളിച്ചൊരു മീറ്റിംഗ് ചെന്നപ്പോ ആലത്തൂർ FPO ഏറ്റവും വരുമാനം ഉണ്ടാക്കുന്ന FPO നോക്കിയപ്പോ അതിന്റെ ചെയർമാനൊക്കെ കണ്ടു. പരിചയപ്പെടാൻ പറ്റില്ല, കാരണം അദ്ദേഹം ഏതോ സ്ഥലത്ത് ഇരിക്കുന്ന ആളെ പോലെയാണ് ഇരിക്കുന്നത്. നമ്മളവിടെ ഒരു ദിവസത്തേക്ക് പറയുമ്പോൾ മൈൻഡ് ചെയ്യാം. അന്വേഷിക്കുമ്പോൾ നല്ല ലാഭത്തിലാണ്. അയാൾക്ക് ഒരു ഭാഗത്ത് പോസിറ്റീവും നെഗറ്റീവും ലാഭത്തിലാണ്. പക്ഷെ അതിലൊരാൾ പോലും മാർക്സിസ്റ്റുകാരനല്ലാത്ത ഒരാളും അതിൽ ഷെയർ ഹോൾഡർ അല്ല. അതായത് ഒരു അല്ലാത്തൊരു കർഷകനെ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ആ ചേർന്ന കർഷകന്മാർക്ക് ലാഭമുണ്ട്. അപ്പൊ കർഷകന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ BJPക്ക് മാത്രം അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാർക്ക് പാടില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും അത്രയും കർഷകന്മാർക്ക് അവിടെ 750 കർഷകന്മാര് അവരുടെ FPOയിലുണ്ട്. അവരുടെ ഉൽപ്പന്നം വിൽക്കാൻ, അവരുടെ നെല്ല് വിൽക്കാൻ, അവർക്ക് അതുകൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് പോലും കേരള ഗവൺമെന്റിനെ ആശ്രയിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ തേങ്ങയാണ് ഞങ്ങളുടെ മെയിൻ ക്രോപ്പ് എന്നുള്ളതിൽ ഞങ്ങൾ തേങ്ങ സംഭരിക്കുന്നു. ഞങ്ങളൊരു വർഷം. അപ്പൊ ഇത്തരത്തിലുള്ള FPOകൾക്ക് എല്ലാ തരത്തിലും ഗവൺമെന്റ് സഹായം ചെയ്യുമ്പോൾ പല ഭാഗത്തും ഇത്തരം FPOകൾ നാമമാത്രമായി ആ ഉദ്ദേശത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ഗവൺമെന്റ് പൈസ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഞങ്ങൾ 15 ലക്ഷം രൂപയാണ് 3 വർഷം ഇത്തരം FPOകൾക്ക് 3 വർഷത്തെ അവിടുത്തെ സ്റ്റാഫിന് ശമ്പളം, അവിടുത്തെ വാടക ഇത്യാദി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊടുക്കും. നമസ്കാരം. എൻ്റെ പേര് വേണു. തച്ചനാട് പഞ്ചായത്തിൽ പടവടയാണ് വീട്. ഞാനൊരു 17 വർഷം പട്ടാളത്തിലായിരുന്നു. എന്നിട്ട് ഇപ്പോൾ 15 വർഷത്തിൽ കൂടുതലായിരുന്നു. അപ്പോൾ പാരമ്പര്യമായിട്ട് കൃഷിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം തരുന്നൊരു ഫീൽഡ്. പിന്നെ വേറെ രംഗങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട കൃഷി മേഖല തിരഞ്ഞെടുത്തത്. എനിക്ക് പശുഫാമുണ്ട്, തേനീച്ച വളർത്തലുണ്ട്, പിന്നെ മീൻ വളർത്തൽ, പിന്നെ ഹിന്ദിക്കാരും പഠിക്കാറുണ്ട്. എപ്പോഴും ഉണ്ടാവും, ഒരു 20-40 പേരുണ്ടാവും. ലേബർ സപ്ലൈ എൻ്റെ പഞ്ചായത്തിനെ എന്നെ ആശ്രയിച്ചിട്ടാണ് കൂടുതൽ ആളുകളും കൃഷിയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നാട്ടിൽ നിന്നാലും പണിക്കാരെ കിട്ടാറില്ല. അതുകൊണ്ട് പിന്നെ
കർഷകരുടെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് കൃഷി ചെയ്തു കഴിഞ്ഞാലും അത് സക്സസ് അല്ല. ഇപ്പോൾ വാഴയുണ്ട്, നേന്ത്രക്കായിന്ന് മാർക്കറ്റ് വില 70 രൂപ 80 രൂപയാണ്. അപ്പോൾ നമുക്ക് കർഷകർക്ക് ഇപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ ഒരു 55 രൂപയെങ്കിലും കിട്ടും. പക്ഷേ വേനൽമഴ കിട്ടാത്തതുകൊണ്ട് നമ്മുടെ കൃഷി എല്ലാം വലിയതാണ്. പിന്നെ മെയിനായിട്ട് നമുക്ക് നനയ്ക്കാനുള്ള സൗകര്യമില്ല. കുഴമ്പെടുത്താണെങ്കിലൊക്കെ വെള്ളം, പക്ഷേ നമ്മുടെ നാട്ടിലെ ജലസേചനത്തിന് ഇപ്പം ആരും ഒരു കൃഷി ചെയ്യുന്നത്, ഞാനൊക്കെ ഒരു 15 വർഷം മുതൽ തന്നെ ഫെർട്ടിഗേഷനും ഫെർട്ടിഗേഷനും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ സൗകര്യം ഇപ്പോൾ നമ്മുടെ അവിടെ കനാലില്ല, പിന്നെ എൻ്റെ ഭാഗത്തൊന്നും എല്ലാം മഴ ആശ്രയിച്ചുള്ള കൃഷിയാണ്. എന്തൊരു കൃഷി നമ്മൾക്ക് ആ വിളവെടുക്കുന്ന സമയത്ത് കർഷകന് നഷ്ടം വരുന്നത്. കവുങ്ങാവട്ടെ, ഇപ്പോൾ കവുങ്ങ് വേനൽമഴ ഇല്ലാത്തതുകൊണ്ട് ആദ്യം പൂത്ത 2-3 കൊലകളൊക്കെ പോയി. ഇപ്പോൾ ആണെങ്കിൽ ഓവർ മഴ പെയ്തിട്ട് അതും പോയി. ഇപ്പോൾ വിലയുണ്ടെങ്കിലും കർഷകൻ്റെ അടുത്ത് സാധനമില്ല. ഇപ്പോൾ റബ്ബറിന് വില ഒരുപാട് കൂടി, പക്ഷേ ഇപ്പോൾ അതിന് ഇപ്പോൾ ഓവർ മഴ കാരണം വില കൊഴിഞ്ഞു പാടില്ല. എപ്പോൾ നോക്കിയാലും കർഷകന് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വിള ഇൻഷുറൻസിനെ പറ്റി സാറ് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ കർഷകരുടെ അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവർക്കതിനെ പറ്റിയിട്ടുള്ള അറിവില്ല. ഞാനെല്ലാം ഇപ്പോൾ ഞാൻ പശു വളർത്തുന്നുണ്ട്. ഇപ്പോൾ ക്ഷീരവികസനത്തിൻ്റെ മേഖലയിൽ ഇപ്പോൾ അപേക്ഷ കൊടുക്കേണ്ട ടൈം ആയിരുന്നു കഴിഞ്ഞ മാസം വരെ. ഞാനൊരു 5 അക്ഷയ സെൻറ്ററിൽ പോയിട്ടുണ്ടാവും. അവർക്കത് ചെയ്യാനേ സാധിക്കുന്നില്ല, ഫൈനലൈസ് ആവുന്നില്ല. ലാസ്റ്റ് ഞാൻ മണ്ണാർക്കാടുള്ള ഒരു ജനസേവന കേന്ദ്രത്തിൽ പോയിട്ടാണ് ഇതിൻ്റെ ക്ലിയർ ആയത്. ഞാനൊരു എൻ്റെ നാട്ടിൽ ആർക്കിനെ പറ്റി അറിയുന്നില്ല. 15 കർഷകരെ ഞാൻ അക്ഷയ കേന്ദ്രത്തിലേക്ക് അയച്ചു തരും. അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് അപ്ഡേറ്റ് ആകുന്നില്ല, സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണൊക്കെ. എന്നിട്ട് ക്ഷീരവികസനത്തെ മെയിൻ ഓഫീസറെ നമ്പർ കൊടുത്തു, അത് ഫോൺ വിളിച്ചായിട്ടില്ല. അങ്ങനെ കർഷകർക്ക് എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ലോണാണെങ്കിലും ശരി, ഇപ്പോൾ നമ്മൾ സ്വർണ്ണം പണയം വെച്ചിട്ട് ലോൺ എടുക്കണമെങ്കിലും ഇപ്പോൾ മിനിമം 1.5 ഏക്കറയോ ഒരു സ്ഥലം വേണം. അപ്പോഴേ നമുക്ക് 3 ലക്ഷം രൂപ ലോൺ കിട്ടുള്ളൂ. അഗ്രികൾച്ചർ ലോൺ 4% സബ്സിഡി കിട്ടും. 4% സബ്സിഡി ലോൺ കിട്ടിയാൽ തന്നെ ആ ഒരു വർഷം കറക്റ്റ് പൂർത്തിയാവുന്നതിൻ്റെ ഒരു 2 ദിവസം നമ്മൾ പുതുക്കണം. ഒരു 99% ബാങ്കുകാരെ നമ്മളെ വിളിച്ച് പറയില്ല, ആ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം പറയുള്ളൂ. അപ്പോൾ നമ്മുടെ ആ പൈസ കർഷകനെ എപ്പോൾ നോക്കിയാലും ഏത് മേഖലയിൽ നോക്കിയാലും നഷ്ടം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ തേയില സ്റ്റോക്ക് ചെയ്യുന്നു. എൻ്റെ ഇപ്പോഴുള്ള ഒരു 5 ടണ്ണോളം തേയില സ്റ്റോക്ക് ഉണ്ടാവും. ഇപ്പോൾ ഇത് വിറ്റഴിക്കാൻ എന്ത് ഒരു പ്രൊഡക്റ്റ് കർഷകൻ ഉണ്ടായി കഴിഞ്ഞാലും അത് വിറ്റഴിക്കാനാണ് മെയിൻ പ്രോബ്ലം. ഇപ്പോൾ FPO പോലുള്ള സംഘടനകളുണ്ട്, പക്ഷെ നമ്മുടെ അവിടെ ഒന്നും അത്രയും കൊണ്ട് വിപുലീകരിച്ചിട്ടില്ല. അതുകൊണ്ട് പറയുന്നത് നമ്മുടെ പാർട്ടി ലെവലിൽ ഇപ്പോൾ പുതിയ പദ്ധതികളൊക്കെ തുടങ്ങുന്നുണ്ട്. കർഷകർ ഉൽപ്പാദിക്കുന്ന എല്ലാ ഐറ്റംസും സംഭരിച്ചിട്ട് കർഷകർക്ക് ഒരു നല്ല വില കൊടുക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു സംരംഭം എല്ലാ മേഖലയിലും എല്ലാ പഞ്ചായത്തിലും എല്ലായിടത്തും ഉണ്ടാവണം. ഇപ്പോൾ ഞാൻ തിരിച്ചു വളർത്തുന്നു. എനിക്കൊരു 1000 കൂടുണ്ട്. നമുക്കൊരു 5 ടണ്ണിൽ 10 ടൺ വരെയാണ് എൻ്റെ പ്രൊഡക്ഷൻ. കഴിഞ്ഞ വർഷം എൻ്റെ ഒരു 600ഓളം കൂടെ എനിക്ക് അസുഖം കാരണം പോയി. അപ്പോൾ എനിക്ക് നഷ്ടം പറയാൻ ഒരു 10 ലക്ഷം 19 ലക്ഷം രൂപ നഷ്ടമാണ്. കൃഷിഭവനിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു മേഖലയിൽ പറഞ്ഞു ഈ തേനീച്ചവളത്തിന് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലേ ഇല്ല. അങ്ങനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് തേനീച്ചവളത്തിനെ കുറിച്ചിട്ട്. ഇവിടെ പാലക്കാട് ഇവിടെ ശ്രീശങ്കരം ബ്ലോക്കിൽ തന്നെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, കുട്ടികൾ കൊടുക്കാറുണ്ട്. ഇവിടെയൊക്കെ നന്നായി സക്സസ് ആയി ചെയ്തു. ശരി, ഞാൻ കൂടുതൽ സമയം ഒരുപാട് ലേറ്റായി, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ആർക്കെങ്കിലും കൃഷിയെക്കുറിച്ച് ചിലപ്പോൾ എൻ്റെ നമ്പർ വാങ്ങിച്ചാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ശരി, നന്ദി. എനിക്കൊരു കാര്യം കൂടി പറയണ്ട. ഒരാഴ്ച മുമ്പ് തോരാത്തൊരു വീര്യത്തിൻ തീരത്തണയാം, സൂര്യാങ്കുരമായുടനെ ആളിപ്പടരാം, ഹരിതാഭയ ശുഭകുങ്കുമ കൊടിയെ പുണരാം, സിരകളിലൊരു പുതുചലനമതാകാനുണരാം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. തോരാത്തൊരു വീര്യത്തിൻ തീരത്തണയാം, സൂര്യാങ്കുരമായുടനെ
സൂര്യാങ്കുരമായുടനെ ആളിപ്പടരാം ഹരിതാഭയ ശുഭകുങ്കുമ കൊടിയെ പുണരാം സിരകളിലൊരു പുതുജനനമതാകാനുണരാം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ബിജെപിയിൽ അഭിമാനമോടണിചേരുക നാം നവകേരള രചനയ്ക്കായി ഉയിരേകുക നാം അടിപതറരുതര നിമിഷം കളയരുതിനി നാം അടരാടുക വിജയ വഴിയിൽ അഭിമാനികൾ നാം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. തോരാത്തൊരു വീര്യത്തിൻ തീരത്തണയാം സൂര്യാങ്കുരമായുടനെ ആളിപ്പടരാം ഹരിതാഭയ ശുഭകുങ്കുമ കൊടിയെ പുണരാം സിരകളിലൊരു പുതുജനനമതാകാനുണരാം വന്ദേ മാതരം വന്ദേ